ഹായ് ഫ്രണ്ട്സ്, എൻജോയ് പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത് തംബ്നെയിൽ കണ്ടപ്പം ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിട്ടുണ്ടാവും. മെയിൻ കണ്ടന്റ് കുക്കിംഗ് തന്നെയാണ്, പക്ഷേ ഇതിൽ കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും കൂടി വെക്കാമെന്ന് കരുതി. അപ്പം എന്താണെന്നുള്ളത് നമുക്ക് വഴിയേ നോക്കാം. അപ്പം ഒരിക്കൽ കൂടി ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പച്ചക്കറികളിൽ പലർക്കും ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതുമായിട്ടുള്ള ഒരു ഐറ്റമാണ് ഈ കാണുന്ന ബീട്രൂട്ട്. നമ്മളെല്ലാവരുടെ വീട്ടിലും വീക്കിലി ഒരു തവണയെങ്കിലും ചോറിൻ്റെ സൈഡിലായിട്ട് പല രൂപത്തിൽ വന്നു പോകാറുണ്ട്. അച്ചാറായിട്ടോ ഉപ്പേരിയായിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ട്രെൻഡ് ജ്യൂസായിട്ട് കുടിക്കുന്നതായിട്ടും ഉണ്ട്. അപ്പം പല രീതിയിൽ വന്നു പോകുന്നുണ്ടെങ്കിലും ഈ ഒരു വെജിറ്റബിളിൻ്റെ എക്സാക്റ്റ് ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പലർക്കും അറിയില്ല. ഞാനിപ്പോൾ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് തന്നെ പല പച്ചക്കറികളുടെയും ഗുണങ്ങൾ അറിഞ്ഞുകൊണ്ട് കഴിക്കുക എന്നുള്ളൊരു തീരുമാനത്തിലെത്തിയിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഈ ബീട്രൂട്ടിനെ പറ്റിയിട്ട് ഞാനൊന്ന് നന്നായിട്ടൊന്ന് നോക്കിയത്. ആ വിവരങ്ങൾ എന്താണെന്നുള്ളത് ചെറിയ രീതിയിലൊന്ന് പറഞ്ഞു തുടങ്ങാം. ഒന്നാമതായി മഗ്നീഷ്യം, സോഡിയം, പൊട്ടാസ്യം, വിറ്റാമിൻ സി, ബീറ്റൈൻ തുടങ്ങിയ അനവധി ധാതുക്കളുടെ ഒരു കലവറയാണ് നമ്മുടെ ഈ ബീട്രൂട്ട്. ഈ ധാതുക്കളുടെ ഒക്കെ തന്നെ സാന്നിധ്യം കാരണം നമ്മുടെ ശരീരത്തിൽ ബീട്രൂട്ട് കഴിക്കുന്നതിലൂടെ മെറ്റാബോളിസം ഉയർന്നു കിട്ടുന്നു, സന്ധിവേദനകൾക്ക് പരിഹാരം ലഭിക്കുന്നു, രക്തം ശുദ്ധീകരിക്കുന്ന പ്രക്രിയ നടക്കുന്നു, അതുപോലെ പ്രമേഹം നിയന്ത്രണ വിധേയമാക്കാനും ഈ ഒരു ബീട്രൂട്ടിന് കഴിയും. പ്രഗ്നൻ്റ് ആയവർക്ക് ഈ ഗുണങ്ങളോടൊപ്പം തന്നെ ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ചയ്ക്ക് സഹായിക്കുന്നു. ഇതിൽ ധാരാളം ഫോളിക് ആസിഡ് അടങ്ങിയിട്ടുള്ളതിനാൽ ജനിതക വൈകല്യങ്ങൾ കുറയ്ക്കാനും സഹായിക്കുന്നു. കൂടാതെ ഇതിൽ കൊഴുപ്പ് വളരെ കുറവാണ്. ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുള്ളതിനാൽ രോഗപ്രതിരോധ ശേഷിക്കും ബെസ്റ്റാണ്. ഇനിയും ഗുണങ്ങളേറെയാണ്. അപ്പം നിങ്ങൾക്കറിയുന്ന എന്തൊക്കെ ഗുണങ്ങളാണെന്നുള്ളത് കമൻ്റായിട്ട് അറിയിക്കുക. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, എത്ര നല്ലതായാലും ലിമിറ്റ് അനുസരിച്ച് കഴിച്ചിട്ടില്ലെങ്കിൽ അത് ദോഷകരമാണ്. ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളതും ഒരു കണ്ടെത്തലാണ്. അതുകൊണ്ട് തന്നെ വീക്കിലി 1-2 തവണ മാത്രം കഴിക്കാമെന്നുള്ളതാണ് ഉത്തമം. ഡെയിലി കഴിക്കുന്നവരാണെങ്കിൽ ഡോക്ടറോട് പ്രത്യേകം ചോദിച്ചതിന് ശേഷം മാത്രം കണ്ടിന്യൂ ചെയ്യുക. ഇനി എൻ്റെ സ്പെഷ്യൽ കുക്കിംഗ് ഒന്ന് കണ്ടാലോ. ഇതുവരെ പറഞ്ഞ ആളെ ഞാനൊന്ന് അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഐറ്റം ഉപ്പേരിയാണ് കേട്ടോ. പല സ്ഥലങ്ങളിൽ ഉപ്പേരി, തോരൻ, മെഴുക്കുപുരട്ടി ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പം നമ്മുടെ മലബാർ കോഴിക്കോട് സൈഡിൽ പറയുന്നത് ഉപ്പേരി എന്നാണ്. ഞാൻ ഉണ്ടാക്കുന്നത് ബീട്രൂട്ട് ഉപ്പേരിയാണ്. പിന്നെ വീഡിയോ ക്ലിയറിലും ക്ലാരിറ്റിയിലും ഒക്കെ കുറച്ച് കുറവുണ്ടാവും. ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നുള്ള രീതിയിൽ ഞാൻ ഷൂട്ട് ചെയ്യുന്നതാണ് കേട്ടോ. ഈ ബീട്രൂട്ടിനെ എപ്പോഴും അട്രാക്റ്റീവ് ആക്കുന്നത് ഈ ഒരു കളർ തന്നെയാണല്ലേ. ഇതിൻ്റെ ഫേസ് പാക്കും ഹെയർ പാക്കും ഒക്കെ ട്രൈ ചെയ്തവരാണെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് എന്താണെന്നുള്ളതൊന്ന് കമൻ്റായിട്ട് അറിയിക്കണേ. ഈ ഉപ്പേരികൾ ഏത് തന്നെയായാലും ഒരേ രീതിയിൽ എപ്പോഴും തയ്യാറാക്കുമ്പോഴാണ് നമുക്ക് മടുപ്പ് വരുന്നത്. അതുകൊണ്ട് മാക്സിമം വ്യത്യസ്ത രീതികളിൽ ഉണ്ടാക്കാൻ നോക്കുക. അപ്പം ഞാൻ ഉണ്ടാക്കുന്നത് ഇന്ന് ഈ രീതിയിലാണ് കേട്ടോ. ഇനി അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ ചിലപ്പം ബീട്രൂട്ടാണ് വരുന്നതെങ്കിൽ വേറെ രീതിയിലാവാം. അപ്പം ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നോക്കാം. വളരെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. തേങ്ങ, പച്ചമുളക്, ഒരു ചെറിയുള്ളി, 2 വെളുത്തുള്ളി, ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വരുത്താം. പിന്നെ കുറച്ച് കറിവേപ്പിലയും നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മെയിൻ ഐറ്റവും. ആദ്യം ഈ തേങ്ങയും പച്ചമുളക് കുറച്ച് കൂടി നിൽക്കുമ്പോഴാട്ടോ ടേസ്റ്റ്. എനിക്ക് ഈ സമയത്ത്, അതായത് ഈ പ്രഗ്നൻസി ടൈമിൽ എരിവിനോട് ഒരു അട്രാക്ഷൻ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് കൂടുതലായിട്ട് പച്ചമുളക് എടുത്തിട്ടുള്ളത്. പച്ചമുളകും തേങ്ങയും ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പറയാൻ വിട്ടു, തേങ്ങയിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഉപ്പേരി ഉണ്ടാക്കാനുള്ള പാത്രം വെച്ചു. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണല്ലോ ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകിട്ടു. കടുക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നേരെ ബീട്രൂട്ട് അരിഞ്ഞത് അതിലേക്ക് ഇട്ടു. കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. വീഡിയോ ഞാൻ ഫാസ്റ്റ് ആക്കുകയാണേ. നന്നായിട്ട് ഇളക്കി സെറ്റാക്കിയതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കൂടെ കറിവേപ്പിലയും തേങ്ങയും ഇതിൻ്റെ അകത്തിട്ട് അതും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ഒരു 2-3 സ്പൂണ് വെള്ളം, തേങ്ങയിൽ നിന്ന് വെള്ളം ഇറങ്ങാനുണ്ട്, എന്നാലും കുറച്ച് വെള്ളം ഞാൻ അതിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ.
എന്നിട്ട് ഇത് മൂടി വെച്ച് നമ്മൾ വേവിച്ചെടുക്കാൻ പോവുകയാണ്. ആൾ വെന്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കണ്ട, മൂടി തുറന്ന് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കുക. ശേഷം നമ്മുടെ ഉപ്പേരി റെഡിയാണ്. പിന്നെ ഞാൻ എപ്പോഴും ചെയ്യുന്നൊരു കാര്യമുണ്ട്, എന്ത് സംഭവം ഉണ്ടാക്കി കഴിഞ്ഞാലും പ്രത്യേകിച്ച് ഉപ്പേരികൾ ഉണ്ടാക്കി കഴിഞ്ഞ് ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കും കേട്ടോ. അതാകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് നന്നായിട്ടുണ്ടാവും. അങ്ങനെ നമ്മുടെ ഉപ്പേരി നല്ല സ്മെല്ലോടുകൂടി ടേസ്റ്റി ആയിട്ട് റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഈ ചെറിയ ചാനൽ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതുവരെ